السلام عليكم ورحمة الله وبركاته. الله أكبر الله أكبر الله أكبر الله أكبر. أشهد أن لا إله إلا الله أشهد أن لا إله إلا الله أشهد أن محمدا رسول الله أشهد أن محمدا رسول الله. حي على الصلاة حي على الصلاة حي على الفلاح حي على الفلاح. الله أكبر الله أكبر لا إله إلا الله. إن الحمد لله نحمده ونستعينه ونستغفره ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا. من يهده الله فلا مضل له ومن يضلل فلا هادي له. وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدًا عبده ورسوله. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا. يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما. أما بعد فإن خير الكلام كلام الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. ഏറെ സ്നേഹമുള്ള സത്യവിശ്വാസികളെ, സഹോദരന്മാരെ, സഹോദരികളെ, നമ്മേവരെയും സൃഷ്ടിക്കുകയും പരിപാലിക്കുകയും ചെയ്തുകൊണ്ടിരിക്കുന്ന, നമ്മെ ജീവിപ്പിക്കുകയും മരിപ്പിക്കുകയും മരണാനന്തര ജീവിതത്തിൽ വെച്ച് നമ്മെ വിചാരണ ചെയ്യുന്നവനുമായ പരമകാരുണികനും കരുണാനിധിയുമായ അല്ലാഹു സുബ്ഹാനഹു വ തആലയെ ഭയപ്പെട്ടുകൊണ്ട് അവന്റെ വിധിവിലക്കുകൾ ഇതിന്റെ എല്ലാ മേഖലകളിലും കാത്തു സൂക്ഷിച്ചുകൊണ്ട് ജീവിക്കണമെന്ന് സ്വന്തം നഫ്സിനെ പിന്നീട് ഓർമ്മപ്പെടുത്തുകയാണ്, വസിയത്ത് ചെയ്യുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്കെല്ലാവർക്കും അതിനുള്ള തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അറബി മാസത്തിലെ 7ാമത്തെ മാസമായ റജബ് മാസത്തിലാണ് നാം ഓരോരുത്തരും. പരിശുദ്ധ ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, ഇന്ന ഇദ്ദത ശുഹൂരി ഇൻദല്ലാഹി 12 ശഹ്റൻ ഫീ കിതാബില്ലാഹി യൗമ ഖലഖസ് സമാവാതി വൽ അർദ് മിൻഹാ 4 ഹുറും.
ഇന്ന ഇദ്ദത ശുഹൂരി ഇൻദല്ലാഹ്, അല്ലാഹുവിന്റെ അടുക്കൽ മാസങ്ങളുടെ എണ്ണം എന്നുള്ളത് അത് 12 മാസങ്ങളാണ്. അള്ളാഹുവിന്റെ കിതാബിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല രേഖപ്പെടുത്തിയിട്ടുള്ളത് അള്ളാഹുവിന്റെ മാസങ്ങളിൽ 12 മാസങ്ങളായാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല രേഖപ്പെടുത്തിയിട്ടുള്ളത്. യൗമ ഖലഖസ് സമാവാതി വൽ അർദ്, ആകാശങ്ങളും ഭൂമിയും സൃഷ്ടിച്ച അന്ന് മുതൽ അള്ളാഹുവിന്റെ കണക്കിൽ മാസങ്ങളുടെ എണ്ണം എന്നുള്ളത് അത് 12 ആണ്. അതില് മിൻഹ അർബഅത്തുൻ ഹുറും, അതിൽ 4 മാസങ്ങളാകട്ടെ പവിത്രമായ പരിശുദ്ധമായ മാസങ്ങളുമാണ്. ദാലിക ദീനുൽ ഖയ്യിം, ഇതാണ് ഏറ്റവും ചൊവ്വായ ഏറ്റവും നേരായ വക്രതയില്ലാത്ത മതം. ഫലാ തദ്ലിമു ഫീഹിന്ന അൻഫുസകും, അതുകൊണ്ട് തന്നെ ആ മാസങ്ങളിൽ, അതായത് ആ പവിത്രമായ മാസങ്ങളിൽ നിങ്ങൾ സ്വന്തത്തോട് അക്രമം ചെയ്യരുത്, നിങ്ങൾ തിന്മകളിൽ ഏർപ്പെടരുത് എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പ്രത്യേകമായി ഈ ആയത്തിലൂടെ നമ്മെ പഠിപ്പിക്കുകയാണ്. ഏതെല്ലാം മാസങ്ങളാണ് പ്രിയമുള്ള സഹോദരങ്ങളെ ആ പവിത്ര മാസങ്ങൾ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അസ്സനതു 12 ശഹ്റൻ, ഒരു വർഷം എന്നുള്ളത് അത് 12 മാസങ്ങളാണ്. മിൻഹാ അർബഅത്തുൻ ഹുറും, അതിൽ 4 മാസങ്ങൾ പവിത്രമായ മാസങ്ങളാണ്. സലാത്തുൻ മുതവാലിയാത്തുൻ ദുൽ ഖഅദതി വദുൽ ഹജ്ജതി വൽ മുഹറം, തുടർച്ചയായി വരുന്ന 3 മാസങ്ങൾ, അതായത് ദുൽഖഅദ, ദുൽഹിജ്ജ, അതേപോലെ വൽ മുഹറം, മുഹറം മാസം. ഇങ്ങനെ തുടർച്ചയായി വരുന്ന 3 മാസങ്ങളും പിന്നെ അതേപോലെ ജമാഅത്തും അതേപോലെ ശഅബാനിനിടയിലുള്ള റജബ് മാസവുമാണ്. ഇങ്ങനെ 4 മാസങ്ങൾ പവിത്രമായ മാസങ്ങളാണ് എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞതിന് ശേഷം അല്ലാഹു സുബ്ഹാനഹു വ തആല പ്രത്യേകമായി പറഞ്ഞത് ഫലാ തദ്ലിമു ഫീഹിന്ന അൻഫുസകും, അതായത് ആ പവിത്രമായ മാസങ്ങളിൽ നിങ്ങൾ സ്വന്തത്തോട് അതിക്രമം ചെയ്യരുത്, ദുൽമ കാണിക്കരുത്, തിന്മകളിൽ നിങ്ങൾ ഏർപ്പെടരുത് എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പ്രത്യേകമായി പറയുകയാണ്. ഈ ആയത്തിനെ വിശദീകരിച്ചുകൊണ്ട് ഇമാം ഖത്താദ റളിയല്ലാഹു തആല പറയുകയാണ്, ഇന്നൽ ദുൽമ ഫിൽ അശ്ഹുറിൽ ഹുറുമി അഅ്ളമു ഖതീഅതൻ വ വിസ്റൻ മിനൽ ദുൽമി ഫീമാ സിവാഹാ, പ്രത്യേകിച്ചും ഈ പരിശുദ്ധമായ ഈ മാസങ്ങളിൽ തിന്മകൾ ചെയ്യുക എന്നുള്ളത് അത് ഏറ്റവും വലിയ കുറ്റം കിട്ടുന്ന, ഏറ്റവും വലിയ പാവമായി, ഏറ്റവും വലിയ പാപഭാരം ലഭിക്കുന്ന ഒരു കാര്യമാണ് ഇത്തരത്തിലുള്ള മാസങ്ങളിൽ തിന്മകൾ ചെയ്യുക എന്നുള്ളത്. എന്നാൽ തിന്മകൾ എന്നുള്ളത് എല്ലാ സമയത്തും ഗൗരവമുള്ള ഒരു കാര്യമാണ്. എന്നാൽ ഈ പരിശുദ്ധമായ മാസത്തിൽ തിന്മകൾ ചെയ്യുകയാണെങ്കിൽ അത് അതിനേക്കാളും വലിയ തിന്മയാണ്, വലിയ കുറ്റം ലഭിക്കുന്ന, തിന്മ ലഭിക്കുന്ന, ശിക്ഷ ലഭിക്കുന്ന കാര്യമായിട്ട് മാറുമെന്ന് ഖത്താദ റഹിമഹുല്ലാഹ് പറഞ്ഞതായി നമുക്ക് കാണാൻ സാധിക്കും. അപ്പോൾ ഈ മാസങ്ങളിലെ തിന്മകൾക്ക് ശിക്ഷ കൂടും, അതിന്റെ ഗൗരവം കൂടും, അതേപോലെ നന്മകൾക്ക് കൂടുതൽ പ്രതിഫലം ലഭിക്കുന്ന ഒരു മാസം കൂടിയാണ് ഇത്തരത്തിലുള്ള പവിത്ര മാസം. അതായത് അതിൽപ്പെട്ട ഒരു മാസമാണ് ഇപ്പോൾ നമ്മളുള്ള ഈ ഒരു റജബ് മാസം എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കുക. അതുകൊണ്ട് തിന്മകളിൽ നിന്ന് വിട്ടു നിൽക്കാൻ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കുകയും അതോടൊപ്പം നന്മകളിൽ നമ്മൾ മുന്നേറുകയും ചെയ്യുകയും ചെയ്യണമെന്നാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ പഠിപ്പിക്കുന്നത്. അതേപോലെ അല്ലാഹു സുബ്ഹാനഹു വ തആല ഇത്രയെല്ലാം പവിത്രം നൽകിയ ഈ ഒരു മാസത്തിൽ നമ്മൾ എന്തെങ്കിലും പ്രത്യേകമായിട്ടുള്ള എന്തെങ്കിലും ഇബാദത്തുകളോ പ്രാർത്ഥനകളോ ദിക്റുകളോ നമ്മൾ ചെയ്യേണ്ടതുണ്ടോ അല്ലെങ്കിൽ ചെല്ലേണ്ടതുണ്ടോ? ഒരിക്കലുമില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയാകട്ടെ തന്റെ ജീവിതത്തിൽ ഓരോ ദിവസങ്ങളിലും ഓരോ മാസങ്ങളിലും എന്തെങ്കിലും പ്രത്യേകമായി ചെയ്യേണ്ടതുണ്ടെങ്കിൽ അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് നമുക്ക് കാണിച്ചു തരും, പറഞ്ഞു തന്നിട്ടുണ്ട് എന്നുള്ളതാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, നിങ്ങളെ സ്വർഗ്ഗത്തിലേക്ക് അടുപ്പിക്കുന്ന അതേപോലെ നരകത്തിൽ നിന്ന് നമ്മളെ തടയപ്പെടുന്ന ഒരു കാര്യവും നിങ്ങൾക്ക് പറയാതെ ഞാൻ വിട്ടുപോയിട്ടില്ല എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുമ്പോൾ ഈ റജബ് മാസത്തിൽ പ്രത്യേകമായി എന്തെങ്കിലും ഒന്നും പ്രവർത്തിക്കാനോ നമസ്കരിക്കാനോ നോമ്പ് നോക്കാനോ അല്ലെങ്കിൽ പ്രത്യേകമായ ദിക്റുകളോ പ്രാർത്ഥനകളോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് പറഞ്ഞിട്ടില്ല എന്നുള്ളതാണ്. എന്നാൽ മറ്റുള്ള പണ്ഡിതന്മാർ എന്ന് പറയുന്ന ആളുകൾ, മറ്റുള്ള ഉസ്താദുമാർ പല പോരിശകളും പല ശ്രേഷ്ഠതകളും പറഞ്ഞുകൊണ്ട് ഈ റജബ് മാസത്തിൽ ഇല്ലാത്ത പല പല ദുആകളും പ്രാർത്ഥനകളും ദിക്റുകളും അതുപോലെ നമസ്കാരവും നോമ്പും ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ദഈഫായ ഹദീസിന്റെ ദുർബലമായ ഹദീസിന്റെ അടിസ്ഥാനത്തിൽ ജനങ്ങളിലേക്ക് പ്രചരിപ്പിക്കുന്നത് നമുക്ക് കാണാൻ സാധിക്കും. വാട്സാപ്പിലും മറ്റുള്ള കാര്യങ്ങളിലൊക്കെ ഇങ്ങനെയുള്ള ദഈഫായിട്ടുള്ള ദുർബലമായ ഹദീസുകൾ പ്രചരിപ്പിക്കുന്ന
വന്നത് നമുക്ക് കാണാൻ സാധിക്കും. അതുകൊണ്ട് തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് സ്ഥിരപ്പെട്ട സ്വഹീഹായിട്ടുള്ള ഒരു കാര്യവും റജബ് മാസത്തിൽ പ്രത്യേകമായി ചെയ്യാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചിട്ടില്ല എന്നുള്ളതാണ്. നോക്കൂ നിങ്ങൾ, ശാഫി മദ്ഹബിലെ പ്രഗൽഭനായ പണ്ഡിതനായ മഹാനായ ഇബ്നു ഹജർ അൽ അസ്ഖലാനി റഹിമഹുല്ലാഹ് അദ്ദേഹം പറയുന്നു, ലം യരിദ് ഫീ ഫദ്ലി ശഹ്രി റജബ്, റജബ് മാസത്തിന്റെ ശ്രേഷ്ഠതയെ സംബന്ധിച്ചോ വലാ ഫീ സിയാമിഹി, അതിലെ നോമ്പിനെ സംബന്ധിച്ചോ വലാ ഫീ സിയാമി ശൈഇൻ മിൻഹു മുഅയ്യനിൻ, അതേപോലെ ആ റജബ് മാസത്തിലുള്ള പ്രത്യേകമായ ഒരു നോമ്പിനെ സംബന്ധിച്ചോ വലാ ഫീ ഖിയാമി ലൈലത്തിൻ മഖ്സൂസത്തിൻ ഫീഹി, അതേപോലെ ആ റജബിലുള്ള പ്രത്യേകമായ എന്തെങ്കിലും നമസ്കാരത്തെ സംബന്ധിച്ചോ ഹദീസുൻ സ്വഹീഹുൻ യസ്ലുഹു ലിൽ ഹുജ്ജ, ഹുജ്ജത്തിന് വേണ്ടി അതായത് ഇത് ചെയ്യണമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അത് പ്രവർത്തിച്ചിട്ടുണ്ട് എന്ന് തെളിവിന് കൊള്ളാൻ പറ്റുന്ന ഒരൊറ്റ സ്വഹീഹായ ഹദീസും ഉദ്ധരിക്കപ്പെട്ടിട്ടില്ല എന്ന് മഹാനായ ഇബ്നു ഹജർ അൽ അസ്ഖലാനി റഹിമഹുല്ലാഹ് പറയുന്നത് നമുക്ക് കാണാൻ സാധിക്കും. അപ്പോൾ റജബ് മാസത്തിന് ശ്രേഷ്ഠതയുണ്ട്. പക്ഷേ ആ മാസത്തിൽ പ്രത്യേകമായി എന്തെങ്കിലും ദിക്റുകളോ പ്രാർത്ഥനകളോ നിസ്കാരമോ നോമ്പോ നിർവഹിക്കാൻ സ്വഹീഹായ ഒരു ഹദീസും ഉദ്ധരിക്കപ്പെട്ടിട്ടില്ല എന്നാണ് പണ്ഡിതന്മാർ നമ്മെ പഠിപ്പിക്കുന്നത്. നോക്കൂ നിങ്ങൾ, നമ്മുടെ അമലുകൾ സ്വീകരിക്കണമെന്നെങ്കിൽ രണ്ട് കണ്ടീഷനാണ് ഇസ്ലാം നമ്മെ പഠിപ്പിക്കുന്നത്. അതിൽ ഒന്നാമത്തത്, നമ്മൾ ചെയ്യുന്ന അമൽ അത് ഇഖ്ലാസോടുകൂടി ആയിരിക്കണം, ആത്മാർത്ഥതയുള്ള, അള്ളാഹുവിന് മാത്രം ഇഷ്ടപ്പെടുന്ന, അള്ളാഹുവിന്റെ തൃപ്തി മാത്രം ആഗ്രഹിച്ചുകൊണ്ടായിരിക്കണം നമ്മൾ അമലുകൾ ചെയ്യേണ്ടത്. അതേപോലെ രണ്ടാമത്തത് ഇത്തിബാഉർ റസൂൽ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പിൻപറ്റിക്കൊണ്ടായിരിക്കണം നമ്മൾ ചെയ്യുന്ന അമലുകൾ ആയിരിക്കുക എന്നുള്ളത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഏത് സന്ദർഭത്തിലാണ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എത്ര കണക്കായിട്ടാണ്, എത്ര സമയത്തിലാണ്, ഏത് സമയത്തിലാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എത്ര കണക്കായിട്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു ഇബാദത്ത്, ഒരു അമൽ ചെയ്തത്, അതിനനുസരിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രവർത്തിച്ച ആ സന്ദർഭത്തിലും ആ എണ്ണത്തിലുമാണ് ഒരു ഇബാദത്ത്, ഒരു അമൽ നമ്മൾ ചെയ്യേണ്ടത്. എങ്കിൽ മാത്രമേ അത് അല്ലാഹു സുബ്ഹാനഹു വ തആല സ്വീകരിക്കുകയുള്ളൂ. അതല്ലാത്ത ഒരു അമലും പുതിയതായി ദീനിൽ കൊണ്ടുവരുന്ന ഒരു കാര്യവും അല്ലാഹു സുബ്ഹാനഹു വ തആല സ്വീകരിക്കുകയില്ല. അത് ബിദ്അത്താണ്, അത് പുത്തനാചാരമാണ് എന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ നമ്മെ പഠിപ്പിക്കുന്നത്. നോക്കൂ നിങ്ങൾ, ഉമർ ഖത്താബ് റളിയല്ലാഹു തആല അദ്ദേഹത്തിന്റെ ആ കാലം മുതൽ തന്നെ ഈ റജബ് മാസത്തിന് പല ആളുകളും ശ്രേഷ്ഠത നൽകി ആ മാസത്തിൽ നോമ്പ് പിടിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. ആ ഒരു സന്ദർഭത്തിൽ ഉമർ ഖത്താബ് റളിയല്ലാഹു തആല അവരെ വിളിച്ചുകൊണ്ട് പറഞ്ഞത്, കുലു, നിങ്ങൾ നോമ്പ് മുറിക്കുക, നിങ്ങൾ ഭക്ഷണം കഴിക്കുക, ഫഇന്നമാ ഹുവ ശഹ്റുൻ കാനത് തുഅല്ലിമുഹുൽ ജാഹിലിയ, ഈ റജബ് മാസം എന്നുള്ളത് ജാഹിലിയ കാലഘട്ടത്തിൽ, അതായത് ഇസ്ലാമിലേക്ക് ജനങ്ങൾ കടന്നു വരുന്നതിനേക്കാൾ മുമ്പ്, നുബുവത്ത് ലഭിക്കുന്നതിനേക്കാൾ മുമ്പ് ജനങ്ങൾ ജാഹിലിയത്തിൽ അറിവില്ലായ്മ ഉള്ള ആ ഒരു ദിവസത്തിൽ ഉണ്ടായിരുന്ന ആ ഒരു സന്ദർഭത്തിൽ റജബ് മാസത്തിന് പ്രത്യേകമായ ശ്രേഷ്ഠതകൾ അവർ നൽകിയിരുന്നു. ആ ഒരു സന്ദർഭത്തിൽ അവർ നോമ്പ് അനുഷ്ഠിക്കുമായിരുന്നു. അങ്ങനെ ആ ഒരു ശ്രേഷ്ഠത നൽകി നിങ്ങൾ നോമ്പ് അനുഷ്ഠിക്കേണ്ടതില്ല എന്ന് പറഞ്ഞുകൊണ്ട് മഹാനായ ഉമർ ഖത്താബ് റളിയല്ലാഹു തആല അവരോട് നോമ്പ് മുറിപ്പിക്കുമായിരുന്നു എന്ന് നമുക്ക് ഹദീസുകളിൽ നമുക്ക് കാണാൻ സാധിക്കും. അത്രത്തോളം ബിദ്അത്തുകളെ എതിർത്തിരുന്ന ആളുകളായിരുന്നു മഹാനായ സ്വഹാബികൾ എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കുക. അതേപോലെ ശൈഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ്യ റഹിമഹുല്ലാഹ് അദ്ദേഹം പറയുന്നു, വഅമ്മ സൗമു റജബിൻ ബിഖുസൂസിഹി ഫഹദീസുഹു കുല്ലുഹു ളഈഫത്തുൻ ബൽ മഅദൂഅത്തുൻ ലാ യഅതബിദു അഹ്ലുൽ ഇൽമി അലാ ശൈഇൻ മിൻഹാ. നോക്കൂ നിങ്ങൾ, റജബ് മാസത്തിലെ ഏതെങ്കിലും പ്രത്യേകമായ നോമ്പിനെ സംബന്ധിച്ചോ ഒരൊറ്റ ഹദീസും സഹിയായി വന്നിട്ടില്ല. അതേപോലെ എല്ലാ ഹദീസുകളും അത് ളഈഫാണ്, ദുർബലമാണ്, അല്ല ബൽ മഅദൂഅത്തുൻ, അത് കെട്ടിച്ചമച്ച ഉണ്ടാക്കിയ അല്ലാഹു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മേൽ കളവ് പ്രചരിപ്പിക്കുന്ന ഹദീസുകളാണ്. ലാ യഅതമിദു അഹ്ലുൽ ഇൽമി അലാ ശൈഇൻ മിൻഹാ, അതിൽ നിന്ന് ഒരൊറ്റ ഹദീസ് പോലും ആ ഇൽമുള്ള പണ്ഡിതന്മാരായ ജ്ഞാനികളായ ആളുകൾ അതിനെ അവലംബിക്കുകയില്ല എന്ന് മഹാനായ ശൈഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ്യ റഹിമഹുല്ലാഹ് പറഞ്ഞതായി നമുക്ക് കാണാൻ സാധിക്കും. അതുകൊണ്ട് തന്നെ അത്തരത്തിലുള്ള ഹദീസുകൾ, അത്തരത്തിലുള്ള ദുആകളോ പ്രാർത്ഥനകളോ നമസ്കാരമോ നോമ്പോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ നമുക്ക് പ്രത്യേകമായി ഈ റജബ് മാസത്തിൽ പഠിപ്പിച്ചു തന്നിട്ടില്ല. അതൊരിക്കലും നമ്മൾ ചെയ്യേണ്ടതില്ല. അത് ബിദ്അത്താണ് എന്നുള്ള കാര്യം നമ്മൾ മനസ്സിലാക്കുക. അതിൽപ്പെട്ട ചില ബിദ്അത്തായ ഈ ളഈഫായ ദുർബലമായ ഹദീസുകൾ പ്രചരിപ്പിക്കാൻ നമുക്ക് കാണാൻ സാധിക്കും. മൻ സ്വാമ യൗമൻ മിൻ റജബിൻ ഈമാനൻ വഹ്തിസാബൻ
ഇസ്തൗജബ റിദ്വാനല്ലാഹി അക്ബർ. അതായത് ആരെങ്കിലും റജബ് മാസത്തിൽ ഈമാനോടുകൂടിയും പ്രതിഫലേച്ഛയോടുകൂടിയും ഒരാൾ ഒരു ദിവസം നോമ്പി നോക്കിയാൽ അവനക്ക് അല്ലാഹുവിന്റെ തൃപ്തി, അല്ലാഹുവിന്റെ റിദ്വാൻ അത് നിർബന്ധമായി എന്ന് പ്രചരിപ്പിക്കുന്ന ഹദീസ് അത് ദുർബലമാണ്, കെട്ടിച്ചമച്ച ഹദീസ്. അതേപോലെ മൻ സാമ യൗമൻ മിൻ റജബിൻ കാന കസിയാമി സനത്തിൻ, ആരെങ്കിലും റജബ് മാസത്തിൽ ഒരു നോമ്പ് ഒരു ദിവസം നോമ്പ് നോറ്റാൽ അവന് 100 വർഷം നോമ്പ് നോറ്റവനെ പോലെയാണ് എന്ന് പറയുന്ന ഹദീസ് അത് ദുർബലമാണ്, ളഈഫാണ്, മൗദൂആണ്. അതേപോലെ വമൻ സാമ സബഅത അയ്യാമിൻ, ആരെങ്കിലും 7 ദിവസം നോമ്പ് നോക്കിയാൽ റജബ് മാസത്തിൽ 7 ദിവസം നോമ്പ് നോക്കിയാൽ അവനക്ക് 7 കവാടങ്ങൾ, അതായത് നരകത്തിന്റെ 7 വാതിലുകളും മൂടപ്പെടും, അടക്കപ്പെടും എന്നുള്ള ഹദീസ്. അതേപോലെ ആരെങ്കിലും 8 ദിവസം റജബ് മാസത്തിൽ നോമ്പ് നോക്കിയാൽ അവനക്ക് സ്വർഗത്തിന്റെ 8 വാതിലുകളും തുറക്കപ്പെടുമെന്ന് പറയുന്ന അങ്ങനെയുള്ള ദുർബലമായ കെട്ടിച്ചമച്ച ഹദീസുകൾ പ്രചരിപ്പിക്കുന്നത് നമുക്ക് കാണാൻ സാധിക്കും. ഒരിക്കലും ആ ഹദീസുകളുടെ അടിസ്ഥാനത്തിൽ ഒരു അമലും നമ്മൾ ചെയ്യാൻ പാടില്ല. അത് ളഈഫാണ്, അത് ബിദ്അത്തായി മാറും, അത് ശിക്ഷ കിട്ടാനുള്ള കാരണമായി മാറും എന്നുള്ള കാര്യം നമ്മൾ മനസ്സിലാക്കുക. പിന്നെ അതേപോലെ ഈ മാസങ്ങളിൽ നമുക്ക് നോമ്പ് നോക്കാം. എങ്ങനെയുള്ള ആളുകൾക്ക് പ്രത്യേകിച്ചും, അതായത് എല്ലാ ദിവസവും അല്ലെങ്കിൽ എല്ലാ ആഴ്ചയിലും തിങ്കളാഴ്ചയും വ്യാഴാഴ്ചയും നോമ്പ് നോക്കുന്ന ആളുകൾ സ്ഥിരമായി, അതേപോലെ അല്ലെങ്കിൽ ഒരു മാസത്തിൽ അയ്യാമുൽ ബീദ് എന്നറിയപ്പെടുന്ന 13, 14, 15 ഇങ്ങനെ തുടങ്ങി സുന്നത്ത് നോമ്പുകൾ സ്ഥിരമായി നോക്കി വരുന്ന ആളുകൾക്ക് ഈ റജബ് മാസത്തിൽ ഇങ്ങനെ ഈ ഒരു സന്ദർഭത്തിൽ തിങ്കളാഴ്ച വ്യാഴാഴ്ചയും അതേപോലെ മാസത്തിന്റെ 13, 14, 15 നോമ്പ് നോക്കൽ സുന്നത്താണ്. അത് പ്രത്യേകമായി മറ്റുള്ള മാസങ്ങളിൽ നോക്കാതെ ഈ ഒരു റജബ് മാസത്തിൽ മാത്രം ഞാൻ നോക്കും എന്നുള്ള നിയത്തോടുകൂടി ഒരാൾ തുടങ്ങുകയാണെങ്കിൽ അത് ബിദ്അത്തായി മാറും എന്നുള്ള കാര്യം നമ്മൾ മനസ്സിലാക്കുക. അതുകൊണ്ട് സ്ഥിരമായി നോക്കി വരുന്ന ആളുകൾക്ക് ഈ മാസത്തിൽ ആ രൂപത്തിൽ സുന്നത്ത് നോമ്പുകൾ അനുഷ്ഠിക്കാം. അതല്ലാത്ത ഒരു പ്രത്യേകത നൽകി ഈ ഒരു മാസത്തിൽ പ്രത്യേകമായി നോമ്പ് നോക്കുക എന്നുള്ളത് അത് ബിദ്അത്താണ് എന്നുള്ള കാര്യം നമ്മൾ മനസ്സിലാക്കുക. അതേപോലെ ഈ മാസത്തിൽ പ്രചരിപ്പിക്കപ്പെടുന്ന മറ്റൊരു ബിദ്അത്താണ് അസ്സലാത്തുൽ റഗായിബ് എന്നുള്ളത്. അതായത് ആഗ്രഹ സഫലീകരണത്തിന് വേണ്ടി നമസ്കരിക്കുന്ന ഒരു നമസ്കാരം എന്നുള്ളത്. അത് ഈ റജബ് മാസത്തിലെ ആദ്യത്തെ വെള്ളിയാഴ്ച മഗ്രിബും അതേപോലെ ഇശാഇനും ഇടയിൽ 2 റക്അത്ത് നമസ്കരിക്കുക, അങ്ങനെ സുന്നത്ത് നമസ്കരിക്കുക. അതിനാണ് സ്വലാത്തുർ റഗായിബ് എന്ന് പറയുന്നത്. അത് ഹിജ്റ 500-ന് ശേഷമാണ് വന്നത് എന്നുള്ളതാണ് നമ്മെ പഠിപ്പിക്കുന്നത്. അതുകൊണ്ട് തന്നെ അത് പുത്തനായിട്ടുള്ള ബിദ്അത്തായിട്ടുള്ള നമസ്കാരമാണ്. അതൊരിക്കലും നമ്മൾ നിർവഹിക്കേണ്ടതില്ല. മഹാനായ 2ാം ഷാഫി എന്നറിയപ്പെടുന്ന മഹാനായ ഇമാം നവവി റഹിമഹുല്ലാഹ് അദ്ദേഹം പറയുന്നത് ഈ നമസ്കാരത്തെ സംബന്ധിച്ച് ഹാതാനി സ്വലാതാനി, ഈ 2 നമസ്കാരങ്ങൾ, അതായത് ഒന്ന് സ്വലാത്തുർ റഗായിബ്, ഈ റജബ് മാസത്തിൽ പ്രത്യേകമായി പോരിശ പറഞ്ഞുകൊണ്ട് നിർവഹിക്കുന്ന ഈ ഒരു നമസ്കാരവും അതേപോലെ ശഅബാൻ 15-ലെ രാത്രി നമസ്കരിക്കുന്ന ആ ഒരു നമസ്കാരവും ബിദ്അത്താനി, ഇത് രണ്ടും പുത്തനാചാരമാണ്, ബിദ്അത്താണ്, മുൻകറത്താനി, അത് വെറുക്കപ്പെട്ടതാണ്, അത് നിഷിദ്ധമാണ് എന്ന് മഹാനായ നവവി റഹിമഹുല്ലാഹ് പറഞ്ഞതായി നമുക്ക് കാണാൻ സാധിക്കും. അതുകൊണ്ട് തന്നെ ഈ റജബ് മാസത്തിൽ അങ്ങനെയുള്ള ഒരു പ്രത്യേകമായ ഇബാദത്തുകളോ അമലുകളോ നോമ്പോ നമസ്കാരമോ പ്രാർത്ഥനയോ ദിക്റോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടെ നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടില്ല. സ്വഹാബത്തും നമുക്ക് അതിന് മാതൃക നൽകിയിട്ടില്ല എന്നുള്ള കാര്യം നമ്മൾ മനസ്സിലാക്കുക. അതുകൊണ്ട് ബിദ്അത്തുകൾ നമ്മൾ ഒഴിവാക്കുക. അതേപോലെ ഈ മാസത്തിന്റെ പവിത്രത മനസ്സിലാക്കി ഈ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ സുന്നത്ത് മാത്രം പിൻപറ്റിക്കൊണ്ട് നമ്മുടെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോവുക. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മേവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. അൽഹംദുലില്ലാഹ് ونشهد أن لا إله إلا الله وحده لا شريك له ونشهد أن محمدا عبده ورسوله وعلى آله وصحبه ومن والاه أما بعد فاتقوا الله عباد الله. ഏറെ സ്നേഹമുള്ള സത്യവിശ്വാസികളെ, സഹോദരന്മാരെ, സഹോദരികളെ, ഒരിക്കൽ കൂടി അല്ലാഹു സുബ്ഹാനഹു വ തആലയെ ഭയപ്പെട്ടുകൊണ്ട് ജീവിക്കണമെന്നും എന്നെയും നിങ്ങളെയും ഓർമ്മപ്പെടുത്തുകയാണ്, വസിയത്ത് ചെയ്യുകയാണ്. പവിത്രമായ ഈ റജബ് മാസത്തിന്റെ പോരിശ അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. എന്നാൽ അതിന്റെ പവിത്രത മനസ്സിലാക്കാതെ പല ആളുകളും നിർവഹിക്കുന്ന ധാരാളം ബിദ്അത്തുകൾ നമുക്ക് കാണാൻ സാധിക്കും. അതിൽപ്പെട്ട ഒരു ബിദ്അത്താണ് റജബ് മാസത്തിലാണ് ഇസ്രാ മിഅ്റാജ് സംഭവിച്ചതെന്നും
റജബിന്റെ 27 അന്ന് പ്രത്യേകമായ ഇബാദത്തുകളും ആരാധനകളും നിർവഹിക്കണമെന്ന് ഈ സമൂഹം പഠിപ്പിക്കപ്പെടുകയാണ്. നോക്കൂ, നിങ്ങൾ ഒരു സത്യവിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം ഇസ്രാ മിഅ്റാജിൽ വിശ്വസിക്കുക എന്നുള്ളത് നിർബന്ധമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരൊറ്റ രാത്രിയിൽ മക്കയിൽ നിന്ന് മസ്ജിദുൽ ഹറാമിൽ നിന്ന് മസ്ജിദുൽ അഖ്സയിലേക്കും ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാമയോടൊപ്പം അവിടെ നിന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ബുറാഖ് എന്ന വാഹനത്തിൽ ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാമയുടെ കൂടെ 7-ാം ആകാശത്തിലേക്കും പോയ ആ ഒരു സംഭവത്തിനാണ് ഇസ്രാ മിഅ്റാജ് എന്ന് പറയുന്നത്. അതിൽ വിശ്വസിക്കുക എന്നുള്ളത് ഒരു സത്യവിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം നിർബന്ധമായ ഒരു കാര്യമാണ്. എന്നാൽ അത് എപ്പോഴാണ് നടന്നത് എന്നുള്ള കാര്യത്തിൽ പണ്ഡിതന്മാർക്കിടയിൽ അഭിപ്രായ വ്യത്യാസങ്ങളുണ്ട്. ചില ആളുകൾ പണ്ഡിതന്മാർ പറയുന്നത് അത് റബീഉൽ അവ്വൽ മാസത്തിലാണ് എന്ന് പറയുന്ന, അതുപോലെ മറ്റുള്ള മാസങ്ങളിലാണ് നടന്നത് എന്ന് പറയുന്ന അഭിപ്രായങ്ങൾ ധാരാളമാണ്. അതിലൊരു ദുർബലമായ ഒരു അഭിപ്രായമാണ് റജബ് 27 സംഭവിച്ചു എന്നുള്ളത്. അതുകൊണ്ട് തന്നെ ആ ഒരു ഇസ്രാ മിഅ്റാജ് എപ്പോഴാണ് കൃത്യമായി നടന്നത് എന്നുള്ളതിന് ശരിയായ സ്വഹീഹായിട്ടുള്ള ഒരു റിപ്പോർട്ടും നമുക്ക് കാണാൻ സാധിക്കുകയില്ല. ഇനി റജബ് 27 ഇസ്രാ മിഅ്റാജ് നടന്നതെന്ന് നമ്മൾ വിചാരിച്ചാലും ആ ഒരു ദിവസത്തിൽ പ്രത്യേകമായി എന്തെങ്കിലും അമലുകൾ ചെയ്യണമെങ്കിൽ അതിന് നമുക്ക് മാതൃക കാണിച്ചു തരേണ്ടത് ആരാണ്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയാണ്. നോക്കൂ, നിങ്ങൾ അവിടുന്ന് ഇസ്രാ മിഅ്റാജ് നടന്ന ആ ഒരു ദിവസത്തെ ഓർത്തുകൊണ്ട് വർഷം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോ അല്ലെങ്കിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് സ്വഹാബത്തോ ഒരു അമലും ഒരു ഇബാദത്തും ആ ദിവസങ്ങളിൽ പ്രത്യേകമായി ചെയ്തിട്ടില്ല എന്നുള്ളതാണ്. ഇനങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ ഒരിക്കലും നമുക്ക് ആ ദിവസത്തിന്റെ വിഷയത്തിൽ നമ്മൾക്ക് അഭിപ്രായ വ്യത്യാസങ്ങൾ വരികയില്ല എന്നുള്ളതാണ്. കൃത്യമായി സ്വഹാബത്ത് അത് പിൻപറ്റിയിട്ടുണ്ടെങ്കിൽ, അന്ന് പ്രത്യേകമായ അമലുകൾ ചെയ്തിട്ടുണ്ടെങ്കിൽ തീർച്ചയായും ആ ഇസ്രാ മിഅ്റാജ് നടന്ന ആ ഒരു ദിവസത്തിന്റെ പേരിൽ നമുക്കൊരിക്കലും അഭിപ്രായ വ്യത്യാസം ഉണ്ടാവുകയില്ല എന്നുള്ളത് ബുദ്ധിയുള്ള ആളുകൾക്ക് ചിന്തിച്ച് മനസ്സിലാക്കാൻ സാധിക്കുമെന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ ഇസ്രാ മിഅ്റാജിന്റെ അന്ന് പ്രത്യേകമായി എന്തെങ്കിലും അമലുകൾ ചെയ്യണമെങ്കിൽ അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചെയ്തിട്ടുണ്ടാകണം. സഹാബത്ത് അത് കണ്ട് പഠിച്ച് നമുക്ക് ഒരു മാതൃകയായിരിക്കും. പക്ഷേ അങ്ങനെയുള്ള ഒരു ഹദീസോ ഒരു സ്വഹീഹായിട്ടുള്ള റിപ്പോർട്ടോ ഉദ്ധരിക്കപ്പെട്ടിട്ടില്ല എന്നുള്ള കാര്യം നമ്മൾ മനസ്സിലാക്കുക. അതുകൊണ്ട് ബിദ്അത്ത് എന്നുള്ളത് ഏറ്റവും ഗൗരവമുള്ള ഒരു കാര്യമാണ്. അതുകൊണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ എല്ലാ ഖുതുബയിലും ഈ ബിദ്അത്തിനെ സംബന്ധിച്ച് പറയുമായിരുന്നു, വശറൽ ഉമൂരി മുഹ്ദസാതുഹാ, കാര്യങ്ങളിൽ വെച്ച് ഏറ്റവും മോശമായത് പുതിയതായി ഉണ്ടാക്കുന്ന കാര്യങ്ങളാണ്. വകുല്ലു മുഹ്ദസത്തിൻ ബിദ്അ, എല്ലാ പുത്തനാചാരങ്ങളും അത് ബിദ്അത്താണ്. വകുല്ലു ബിദ്അത്തിൻ ളലാല, എല്ലാ ബിദ്അത്തുകളും അത് ളലാലത്താണ്, ദുർമാർഗ്ഗമാണ്. വകുല്ലു ളലാലത്തിൻ ഫിന്നാർ, എല്ലാ ദുർമാർഗ്ഗങ്ങളും അത് നരകത്തിലേക്കാണ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഓരോ ഖുതുബയിലും ജനങ്ങളെ ഉത്ബോധിപ്പിക്കാറുണ്ടായിരുന്നു എന്ന് നമുക്ക് കാണാൻ സാധിക്കും. അതുകൊണ്ട് ഇത്തരത്തിലുള്ള എല്ലാ ബിദ്അത്തുകളും നമ്മൾ ഒഴിവാക്കുക. എന്നാൽ പല ആളുകളും പറയും, നിസ്കാരമല്ലേ, നോമ്പല്ലേ, ദിക്റല്ലേ, പ്രാർത്ഥനയല്ലേ, നല്ലതല്ലേ എന്ന് പറഞ്ഞുകൊണ്ട് അതിനാചരിക്കുന്ന ആളുകളെ നമുക്ക് കാണാം. അവർക്ക് പറയാനുള്ളത് മഹാനായ ഇബ്നു ഉമർ റളിയല്ലാഹു തആല അൻഹു പറയുന്നത്, കുല്ലു ബിദ്അത്തിൻ ളലാല, എല്ലാ ബിദ്അത്തുകളും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് അത് ദുർമാർഗ്ഗമാണ്, അത് നരകത്തിലേക്കുള്ളതാണ്. വ ഇൻ അത് ജനങ്ങൾ നന്മയായി കണ്ടാൽ പോലും അത് ബിദ്അത്താണ്, അത് നരകത്തിലേക്കുള്ള വഴിയാണ് എന്നാണ് മഹാനായ ഇബ്നു ഉമർ റളിയല്ലാഹു തആല നമ്മെ പഠിപ്പിക്കുന്നത്. അതുകൊണ്ട് ഇത്തരത്തിലുള്ള ബിദ്അത്തുകൾ നമ്മൾ ചെയ്യാതിരിക്കുക. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു തന്ന ധാരാളം സുന്നത്തുകൾ നമ്മുടെ മുന്നിലുണ്ട്. അത് മനസ്സിലാക്കി നമ്മൾ ചെയ്യാൻ വേണ്ടി നമ്മൾ ശ്രദ്ധിക്കുക. ഇനി ഒരാൾ ബിദ്അത്തിലേക്ക് അകപ്പെട്ടാലോ അവന്റെ മനസ്സിൽ അത് നന്മയാണ് എന്നുള്ള ചിന്തയിലാണ് അവൻ പ്രവർത്തിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഒരിക്കലും അവനക്ക് അതിൽ നിന്ന് തൗബ ചെയ്ത് മടങ്ങാനുള്ള മനസ്സുണ്ടായിരിക്കുകയില്ല എന്നുള്ളതാണ്. ഒരാൾ തെറ്റ് ചെയ്താൽ, ഒരാൾ തിന്മ ചെയ്താൽ അവനക്കത് മനസ്സിലാവും, അതെ ഞാൻ തിന്മ ചെയ്തിട്ടുണ്ട്, അള്ളാഹുവിനോട് അവന് തൗബ ചെയ്യും. അങ്ങനെ അള്ളാഹു സുബ്ഹാനഹു വ തആല അവനക്ക് മാപ്പ് കൊടുക്കും. പക്ഷേ ബിദ്അത്ത് ചെയ്യുന്ന ഓരോ ആളുകളും അവർ വിചാരിക്കുന്നത് ഇത് നന്മയാണ്, അള്ളാഹുവിന്റെ അടുക്കൽ എനിക്ക് പ്രതിഫലം ലഭിക്കും എന്നുള്ള ആ ഒരു നിയ്യത്തിലാണ് ഓരോ ആളുകളും ബിദ്അത്തുകൾ ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ അവന് മരണം വരെ അവന് ആ ഒരു ബിദ്അത്തിൽ നിന്ന് തൗബ ചെയ്യുകയില്ല, അതിൽ നിന്ന് മാറിപ്പോവുകയില്ല എന്നുള്ള ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കുക. അതുകൊണ്ട് അത്രത്തോളം ഗൗരവമുള്ള ഒരു കാര്യമാണ് ബിദ്അത്ത് ചെയ്യുക എന്നുള്ളത്. അതേപോലെ
ഈ ഒരു മാസത്തിൽ പ്രത്യേകമായി പ്രചരിപ്പിക്കപ്പെടുന്ന ഒരു പ്രാർത്ഥനയാണ് അല്ലാഹുമ്മ ബാരിക് ലനാ ഫീ റജബ വ ശഅബാന വ ബല്ലിഗ്നാ റമദാൻ. പല വാട്സാപ്പുകളിലും മറ്റുള്ള ഗ്രൂപ്പുകളിലൊക്കെ ഈ സ്റ്റാറ്റസിലുമൊക്കെ ഈ പ്രാർത്ഥന നമുക്ക് കാണാൻ സാധിക്കും. ഇതിന്റെ അടിസ്ഥാനം അത് ദഈഫാണ്, ദുർബലമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് അത് സ്ഥിരപ്പെട്ടിട്ടില്ല എന്നുള്ള കാര്യം കൂടി നമ്മൾ മനസ്സിലാക്കുക. ആ പ്രാർത്ഥനയുടെ ആശയം നന്നായിരിക്കാം, പക്ഷേ ഈ ഒരു സന്ദർഭത്തിൽ പ്രത്യേകമായി റജബ് മാസത്തിൽ അത് പ്രത്യേകമായി ചൊല്ലണം എന്നുള്ളതിന് യാതൊരു അടിസ്ഥാനവും ഇല്ല എന്നുള്ള കാര്യം നമ്മൾ മനസ്സിലാക്കുക. അത് ഒഴിവാക്കലാണ് ഏറ്റവും ഖൈറായിട്ടുള്ളത്. അതുകൊണ്ട് പ്രിയമുള്ള സഹോദരങ്ങളെ, ഈ റജബ് മാസത്തിന്റെ പവിത്രതയെ നാം മനസ്സിലാക്കുക. അതോടൊപ്പം തിന്മകളിൽ നിന്ന് നമ്മൾ വിട്ടുനിൽക്കുക, നന്മകളിൽ നമ്മൾ മുന്നേറുകയും ചെയ്യുക. അതേപോലെ ദീനിൽ സ്ഥിരപ്പെടാത്ത, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സ്ഥിരപ്പെടാത്ത അമലുകൾ നമ്മൾ ഒഴിവാക്കുക. അതേപോലെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുള്ള ധാരാളമായ സുന്നത്തുകളുണ്ട്. ആ സുന്നത്തുകൾ നമ്മൾ മുറുകെ പിടിച്ച് ആ പ്രവാചകനെ സ്നേഹിക്കുന്ന, ആ പ്രവാചകനോടൊപ്പം സ്വർഗ്ഗത്തിൽ പ്രവേശിക്കപ്പെടുന്ന ആളുകളായി നമ്മൾ മാറുക. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് എല്ലാവർക്കും അതിനുള്ള തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. എല്ലാ ബിദ്അത്തുകളിൽ നിന്നും വിട്ടുനിൽക്കാനുള്ള തൗഫീഖും സുന്നത്ത് മുറുകെ പിടിച്ച് ജീവിക്കാനുള്ള തൗഫീഖും അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. രോഗങ്ങൾ കൊണ്ട് പ്രയാസപ്പെടുന്ന ആളുകൾക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല ശിഫ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അതേപോലെ കടം കൊണ്ടും അതേപോലെ മാനസികമായി പ്രയാസപ്പെടുന്ന ആളുകൾക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല എളുപ്പം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അല്ലാഹുമ്മ ഗഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത് അൽ അഹ്യാഅ മിൻഹും വൽ അംവാത് ഇന്നക മുജീബുദ് ദഅവാതി വ യാ ഖാദിയൽ ഹാജാത്. അല്ലാഹുമ്മ അഇസ്സൽ ഇസ്ലാമ വൽ മുസ്ലിമീൻ اللهم أعز الإسلام والمسلمين وأذل الشرك والمشركين. اللهم اجعل لنا من كل هم فرجا ومن كل ضيق مخرجا ومن كل بلاء عافية. ربنا لا تزغ قلوبنا بعد إذ هديتنا وهب لنا من لدنك رحمة إنك أنت الوهاب. ربنا هب لنا من أزواجنا وذرياتنا قرة أعين واجعلنا للمتقين إماما. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم واغفر لنا وارحمنا إنك أنت الغفور الرحيم. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. وصل اللهم وسلم وبارك على نبينا محمد وعلى آله وصحبه أجمعين والحمد لله رب العالمين. الله أكبر الله أكبر أشهد أن لا إله إلا الله أشهد أن محمد